വാസ്തുശാസ്ത്രമുണ്ടായ കഥ. മുദരിസ് ഓഫ് കേരളക്കു വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ഇത് പുരാണങ്ങൾ വിവരിക്കുന്ന കഥയാണ്. മുദരിസ് ഓഫ് കേരള എന്ന യൂട്യൂബ് ചാനൽ വഴി ഇത് മലയാളികൾക്ക് അറിയാൻ ഉപകരിക്കുമല്ലോ. ഒരിക്കൽ ശിവന്റെ കണ്ണുകൾ ഭാര്യ പാർവതി പൊത്തിപ്പിടിച്ചു. ദേവിയുടെ സ്പർശനത്താൽ തരളിതനായ ശിവന്റെ നെറ്റിയിൽ നിന്ന് ഉറ്റി വീണ വിയർപ്പത്തുള്ളിയിൽ നിന്ന് ഒരു അസുരഭീമൻ ജനിച്ചു. ആ അസുരന്റെ പരാക്രമത്തിൽ നിന്ന് ദേവിമാരെ രക്ഷിക്കാൻ പിതാവായ ശിവൻ ആ അസുരനെ യുദ്ധം ചെയ്തു തോൽപ്പിക്കാൻ ശ്രമിച്ചു. ആ യുദ്ധത്തിൽ വിയർത്ത ശിവന്റെ വിയർപ്പത്തുള്ളിയിൽ നിന്ന് വീണ്ടും ഒരു മഹാ അസുരൻ ജനിച്ചു. ആ രണ്ടാം അസുരമകൻ കൂടുതൽ പരാക്രമിയായി. നിരന്തരം ദേവദേവിമാരെ പീഡിപ്പിച്ചു. വിഷ്ണുവിന്റെ നാഭിയിൽ മുളച്ച താമരപ്പൂവിൽ ജനിച്ച ബ്രഹ്മാവിനോട് ദേവന്മാർ ഈ പ്രശ്നം പരാതി പറഞ്ഞു. ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ദേവദേവിമാർ ചേർന്നു ആ അസുര പ്രമാണിയെ ബലം പ്രയോഗിച്ചു ഭൂമിയിലേക്ക് തള്ളിയിട്ടു. അതോടെ ദേവലോകം ശാന്തമായി. ഭൂമിയിൽ വീണ അസുരൻ തല വടക്ക് കിഴക്കും കാല് തെക്ക് പടിഞ്ഞാറുമായി വീണു കിടന്നു. ഭൂമിയിൽ വീണിട്ടും അടങ്ങാത്ത ആ അസുരഭീകരനെ ഒതുക്കാൻ ദേവലോകത്തെ 53 ദേവന്മാർ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ഭൂമിയിൽ ഇറങ്ങി വന്നു ആ ഭീമ ശരീരത്തിൽ കയറി കിടന്നു. അതോടെ ആ അസുരൻ പൂർണ്ണമായി ഒതുങ്ങി. പക്ഷെ ശാന്തനായപ്പോൾ ബ്രഹ്മാവ് ആ അസുരനെ അനുഗ്രഹിച്ചു. ഇനി ഭൂമിയിൽ ആര് നിർമ്മാണ പ്രവർത്തനം നടത്തുകയാണെങ്കിലും നിന്നെ പൂജിച്ചു തുടങ്ങും. നിന്നെ പ്രീതിപ്പെടുത്തി മാത്രമേ ആരും കെട്ടിടം നിർമ്മിക്കാവൂ എന്ന് ബ്രഹ്മാവ് തീരുമാനിച്ചു. ആ അസുരനെയും ആ ശരീരത്തിൽ കിടക്കുന്ന 53 ദേവന്മാരെയും പ്രീതിപ്പെടുത്തി പൂജിച്ചു കെട്ടിടം നിർമ്മിക്കാൻ ബ്രഹ്മാവ് ചില നിയമങ്ങൾ സൃഷ്ടിച്ചു. ആ നിയമങ്ങളാണ് വാസ്തുനിയമം, വാസ്തുശാസ്ത്രം. ആ അസുരനെ വാസ്തുപുരുഷൻ എന്നും വിളിക്കപ്പെട്ടു. വാസ്തുപുരുഷനെയും 53 ദേവന്മാരെയും പ്രീതിപ്പെടുത്തിയല്ലാതെ വാസ്തുശാസ്ത്രം പാലിക്കാതെ കെട്ടിടം പണിഞ്ഞാൽ അതിൽ താമസിക്കുന്നവരെ വീണ്ടും പൂർവ്വകാലത്തെ പോലെ ഉപദ്രവം ചെയ്യാൻ ബ്രഹ്മാവ് അനുമതി കൊടുത്തു. ആ വാസ്തു നിയമങ്ങൾ മത്സ്യപുരാണം, വേദങ്ങൾ, മയമതം, മാനസാരം, ഭാസ്കരീയം, തന്ത്രസാരം, വിശ്വകർമ്മമതം, വാസ്തുമുക്താവലി തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നു. കെട്ടിടം പണിയാൻ എങ്ങോട്ട് ചെരിഞ്ഞ ഭൂമിയാകണം, എത്ര അളവിലായിരിക്കണം, കക്കൂസ് എവിടെ വേണം, കിണർ എവിടെ വേണം, അടുക്കളെങ്ങനെ ആയിരിക്കണം, മുറ്റം എങ്ങനെ വേണം, വാതിൽ ജനൽ എങ്ങനെ എവിടെ, ഏതു ദിവസമാണ് നിർമ്മാണം തുടങ്ങേണ്ടത്, വീട്ടിനകത്തും വെളിയിലും പാടില്ലാത്ത കാര്യങ്ങൾ എന്ത്, ഓരോ ഭാഗത്തും ഉള്ള ദേവന്മാർക്ക് ഇഷ്ടമുള്ളതും വെറുപ്പുള്ളതുമായ കാര്യങ്ങൾ എന്തെല്ലാം എന്നിങ്ങനെ അനന്തമായ നൂലാമാലകൾ പരസ്പര വൈരുദ്ധ്യങ്ങളോടെ ബ്രഹ്മാവിന്റെ ഉപദേശമായി വിവിധ ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നു. വാസ്തുദേവാ നമോസ്തുതേ.